20 സീറ്റും പിടിക്കും. പ്രധാനമന്ത്രി വരെ ഇനിയും വരാൻ നിൽക്കുകയാണ് കേരളത്തിൽ. പ്രധാനമന്ത്രിക്ക് അപ്പുറം വേറെ ആരും വരാനില്ലല്ലോ. ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉൾക്കണ്ടിയില്ല. വെറുതെ ആവും. സംശയം എന്താ? മാത്രമല്ല പല സ്ഥലങ്ങളിലും എൻ.ഡി.എ വെറുതെയാവുന്ന മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വോട്ട് കുറയും. കൊല്ലത്തടക്കം എൻ.ഡി.എ സ്ഥാനാർത്ഥിനെ തിരഞ്ഞെടുത്തിട്ടില്ല. അത് കോൺഗ്രസ് നായകൻ വരുമോ നോക്കി. കുടിശ്ശികകൾ അനുവദിച്ചതും മാത്രമല്ല റബ്ബറിന്റെ താങ്ങുവില കൂട്ടിയതുമെല്ലാം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഒരു ചട്ടം എന്നുള്ള രീതിക്കാണ് പ്രതിപക്ഷം പറയുന്നത്. അത് ഞങ്ങൾക്ക് ഇപ്പോഴേ പൈസ കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വന്നത് ഇല്ലെങ്കിൽ കാര്യമായി പോകില്ലേ. അതുകൊണ്ട് ഞങ്ങൾ നടത്തിയ ശക്തിയായ ജനകീയ മുന്നേറ്റമുണ്ട്, നിയമപരമായ പോരാട്ടമുണ്ട്, അതിൻ്റെ എല്ലാം ഭാഗമായി കിട്ടിയിട്ട് ആനുകൂല്യങ്ങളുണ്ട്. ജനങ്ങൾക്കിതെല്ലാം ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് പോയിട്ടുള്ള ഒരു പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇടതുപക്ഷ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇത് ഈ 1600 പോരാ, 2500 കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹം. അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് കുടുംബിനികൾക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, പെൻഷൻകാർക്കെല്ലാം അവരുടെ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പൈസയില്ല. ഫെഡറൽ സംവിധാനത്തെ അംഗീകരിച്ച് പോകുന്ന ഒരു ഗവൺമെൻറ് അല്ല കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ പണം ലഭിക്കുന്ന മുറക്ക് ഈ പറയുന്ന എല്ലാ കാര്യവും ചെയ്യും. ഈ കൊല്ലത്താണ്. അപ്പോൾ കൊല്ലത്ത് എൽ.ഡി.എഫ് ആണെങ്കിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം പ്രേമേന്ദ്രൻ്റെ ബി.ജെ.പി ബന്ധത്തെക്കുറിച്ചും ആരോപണങ്ങളാണ് പ്രധാനമായിട്ടും. അല്ല, അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചു, അദ്ദേഹം പോയി. അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയ ഒരാൾ ഇപ്പം തന്നെ ബി.ജെ.പി പോയി. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടാകാൻ പോയ ഒരാൾ ഇപ്പോൾ തന്നെ അതിന് ശേഷം ബി.ജെ.പി പോയി. ഇനി ആരൊക്കെയാണ് ബി.ജെ.പി പോകുന്നതിനെപ്പറ്റി ആർക്കും ഒരു പിടുത്തമില്ല. അതാണ് M3 പറഞ്ഞത്. വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്യണം. കാരണം അവർ മാറൂല. കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ഇവർ കോൺഗ്രസ്സായി നിൽക്കുന്നുള്ളത് യാതൊരു തെളിവില്ലല്ലോ. ഇല്ല, ആരോ അന്ന് ചോറുന്ന പോരാ. അതങ്ങനെ ഇതേ ആരോപണം അന്ന് ഉന്നയിക്കാൻ പറ്റുക? അതൊരു പ്രോഗ്രാമല്ലേ. ആ പ്രോഗ്രാമിനെ പറ്റിയൊന്നുമല്ല. എല്ലാം പറയാനുണ്ട്. വർഗീയതക്ക് പൂർണ്ണമായിട്ട് കൂട്ടുപിടിക്കുന്ന കേക്ക് പ്രേമേന്ദ്രൻ ഉൾപ്പെടെ ബാധക. അത് UDF എന്ന് പറഞ്ഞാൽ പറയായിരുന്നല്ലോ. മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന സമീപനമാണ് പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള UDF മുഴുവൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ കൈകാര്യം ചെയ്തതിനെ പറ്റി പറയാനില്ല എന്നാ മനസ്സിലായില്ലേ? നല്ലവണ്ണം പറയാനുണ്ടെന്ന്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് വെല്ലുവിളിച്ചിട്ടുണ്ട്. സംവാദത്തിന് വരുന്നവരുള്ളത് അദ്ദേഹത്തോട് വെല്ലുവിളിക്കുന്നതിന് ആർക്കും ഒരു പ്രയാസമില്ല. പറഞ്ഞു ഇല്ല ഭരണം അനുകൂല തരംഗാറില്ല. ഒന്നുകൂടി കേട്ടോ അത് ശരിക്കും ഞാൻ പറഞ്ഞത്. ഭരണ അനുകൂല തരംഗാണ് കേരളത്തിലുള്ളത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനങ്ങളൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ഈ മാധ്യമം പറയുന്നത് മാത്രം. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നത്തിന് വരെ നിങ്ങൾ കാര്യമായ വല്ല ചർച്ച നടത്തി. നിങ്ങൾ ഈ നിൽക്കുന്ന മാധ്യമങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം മാധ്യമം എന്ന് പറയാൻ എന്ത് അർഹതയുള്ളത്? ഏറ്റവും വലിയ കൊള്ളയല്ലേ ഇന്ത്യയിൽ നടന്നത്? ഇതുപോലൊരു അഴിമതിയുണ്ടോ? കുറേ 7500 കോടി ഉറുപ്പികയല്ലേ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വിവിധ കള്ളപ്പണക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെയാണല്ലോ ഏറ്റവും കൂടുതൽ പണം കൊടുത്ത അച്ചങ്ങതിയാണ്. 1300-ലധികം കോടി ഉറുപ്പിക. പക്ഷേ ഇവിടെ കള്ളപ്പണത്തിന് വലിയ പ്രചാരവേല. പൈസ വാങ്ങാതെ ഒറ്റ പാർട്ടി CPIM-ഉം CPI-യും ആണ്. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടേയില്ല. ഞങ്ങൾ അതിനെതിരായിട്ട് കേസ് കൊടുത്തു. അത് പറയുന്നതിന് പകരം ചില മാധ്യമം പറയുന്നത് ഇവർക്ക് ഉണ്ടാക്കാൻ പൈസ കിട്ടിയില്ലെന്നാണ്. നിങ്ങളെല്ലാം എന്ത് പറയാനും? CPIM-നും CPI-ക്കും പൈസ കിട്ടിയില്ല. അല്ലല്ല, അവർ അതിനനുകൂലമാണ്. എതിരായിരുന്നുണ്ടെങ്കിൽ അവർ പറയാൻ പറ്റുള്ളൂ. അവരെ ഈ മൃദു ഹിന്ദുത്വ നിലപാടനുസരിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണക്കുന്നവരാണ് അവർ. കേരളത്തിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസും കൂടി ചേർന്നിട്ട് ഒരു ചടങ്ങ് ഒപ്പിക്കുന്നത് ഇതിനെതിരാണ് എന്ന് പറയാൻ പോലും. കാരണം ന്യൂനപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കേരളം എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് ധാരണയുണ്ട്. ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അന്നും എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല. അന്നും പറഞ്ഞു നിയമസഭ ഏകണ്ഠമായിട്ട് പ്രമേയം പാസ്സാക്കി അയച്ചു നടപ്പിലാക്കാൻ പാടില്ല എന്ന്. ഇപ്പോൾ പറഞ്ഞപ്പോൾ കോൺഗ്രസും പറയുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും പറയുന്നു, BJP-യും പറയുന്നു ഒരേ സ്വരം ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മനസ്സിലുള്ള ഇരിപ്പെന്താ? മനസ്സിലിരിപ്പ് വ്യക്തമല്ലേ? നടപ്പിലാക്കണം എന്നല്ലേ? ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. നിയമം അങ്ങനെയാണ്. നിയമം ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിയന്ത്രിക്കുന്നത്. ജനങ്ങളാണ് അതിന് കരുത്ത്. അപ്പോൾ കോടതിയിലും കൂടി പോകുന്നുണ്ട്. എല്ലാം കൊടുക്കും. എല്ലാ കുടിശ്ശിയും ഒന്നും വിഷയമാവില്ല. അത് ആർക്ക് വിശ്വാസമായി? നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിലും ജനങ്ങൾക്ക് വിശ്വാസമായി.